ഹലോ, ഇന്ന് ഞാൻ സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ഒരു ഇമേജ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ പവർ പോയിന്റിൽ കൊണ്ടുവരാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇതൊരു ബുക്കാണ്. ഈ ബുക്കിലെ കുറച്ച് കണ്ടന്റ് എനിക്ക് എൻ്റെ പവർ പോയിന്റിൽ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റിൽ വേണം. ഇപ്പം നമുക്ക് ഈ ഇമേജ് നമുക്ക് സേവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിക്കാം. സ്നിപ്പിംഗ് ടൂൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉണ്ടാകും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ലാപ്ടോപ്പിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ് സ്നിപ്പിംഗ് ടൂൾ എന്ന്. ഇതാണ് സ്നിപ്പിംഗ് ടൂൾ, ഇതാണ് അതിൻ്റെ ലോഗോ. അപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ സ്നിപ്പിംഗ് ടൂൾ വന്നു. അതിൽ ഇത് ന്യൂ മോഡ് ഡിലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ന്യൂ ചെയ്തു, അതായത് എനിക്ക് പുതിയതായിട്ടൊരെണ്ണം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ മോഡ് റെക്റ്റാങ്കുലർ സ്നിപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഫ്രീ ഫോം സ്നിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അത് നിങ്ങൾ കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ നിങ്ങൾക്ക് സ്നിപ്പ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ടത് ഇത് റെക്റ്റാങ്കുലർ സ്നിപ്പാണ്. ഞാൻ റെക്റ്റാങ്കുലർ സ്നിപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഒരു ഐക്കൺ വരും. ആ ഐക്കൺ വെച്ച് മൗസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എനിക്ക് ഇത്രയുമാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ചെയ്ത കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ പവർ പോയിന്റോ എടുത്ത് നിങ്ങൾ പ്രത്യേകിച്ച് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? ഇത് നമുക്ക് ഇമേജസ് ആയിട്ടൊന്നും സേവ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ റെക്റ്റാങ്കുലർ സ്നിപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പം